Zombie Apocalypse. സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബന്ധുമിത്ര കളത്രാദി സംഗമം, അല്പകാല സ്ഥിതമോർക്കലി, ബന്ധുക്കൾ, മിത്രങ്ങൾ, ഭാര്യ, മക്കൾ തുടങ്ങിയ ഈ ലോക ജീവിതത്തിലെ ബന്ധങ്ങൾ അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്. നദിയിലൂടെ ഒഴുകുന്ന തടിക്കഷണം ഇടയ്ക്ക് വെച്ച് കൂടിച്ചേർന്ന് വിഘടിച്ച് പോകുന്നത് പോലെ ക്ഷണികം, ക്ഷണപ്രഭ പോലെ ചഞ്ചലം. ഏതൊരു വിടപറച്ചിൽ നേരങ്ങളിലും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്താറുള്ള എഴുത്തച്ഛൻ്റെ കാവ്യശകലങ്ങളാണിത്. സെന്റ് ജോസഫ് ഹൈസ്കൂൾ അതിൻ്റെ 100ാം വാർഷികാഘോഷങ്ങൾക്ക് യാത്രയയപ്പ് സമ്മേളനത്തിന് തെരുതെളിക്കുമ്പോൾ 1000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, ബന്ധുക്കൾ, ഗുണകാംക്ഷികൾ ഇവരാൽ ഈ വിദ്യാലയ അങ്കണം ജനസാന്ദ്രമാകേണ്ടതാണ്. എന്നാൽ കോവിഡിൻ്റെ സംഹാര താണ്ഡവത്താൽ അത് വളരെ ചുരുങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. അതിൻ്റെ ഒരു അസ്വസ്ഥതയും വേദനയും ഒക്കെ നമ്മുടെ മനസ്സുകളിൽ തങ്ങി നിൽക്കുന്നുണ്ട്. എങ്കിലും തിരുമനസ് നടത്തും എന്ന് ഉറച്ചു വിശ്വസിച്ച് എന്തിലും ഏതിലും ദൈവപരിപാലനം ദർശിച്ച വിശുദ്ധ ചാവറപ്പിതാവിനെ പോലെ നമുക്കും ഈ അവസരത്തിൽ ദൈവപരിപാലനയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. മേരിമാത എഡ്യൂക്കേഷൻ ഏജൻസിയുടെ അമരത്തിരുന്ന് മേരിമാത നൗകയെ മാർഗനിർദ്ദേശങ്ങളിലൂടെ, പ്രോത്സാഹനങ്ങളിലൂടെ അക്ഷയ തീരത്തേക്ക് നയിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരിയായ പ്രൊൻഷ്യലമ്മ റെവറൻഡ് സിസ്റ്റർ പ്രസന്നയ്ക്ക് ഞങ്ങളെല്ലാവരുടെയും പേരിലുള്ള
ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. നന്മ നിറഞ്ഞ നേതൃത്വത്തിലൂടെയാണ് നാടിന് വികസനവും നന്മയും ഉണ്ടാവുക. മകൾ പഠിക്കുന്ന അവസരങ്ങളിലെല്ലാം ഈ വിദ്യാലയങ്ങളിലെ നിരന്തര സാന്നിധ്യമായിരുന്നു ശ്രീ ലതിക ശശികുമാർ. എപ്പോഴും സമീപിക്കാവുന്ന സ്വീകാര്യത നിറഞ്ഞ പ്രകൃതം, ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ ഉയർച്ചയിൽ ആഗ്രഹിച്ച് അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും സാധ്യമായതെല്ലാം സന്തോഷപൂർവ്വം നിസ്വാർത്ഥമായി ആത്മാർത്ഥതയോടെ ചെയ്തു തരാൻ നല്ല മനസ്സ് കാണിക്കുന്ന, ഞങ്ങളോട് സ്നേഹവും ബഹുമാനവും പുലർത്തുന്ന ഞങ്ങളുടെ കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലതിക ശശികുമാറിന് ഹൃദ്യമായ സ്വാഗതം. കറുകുറ്റി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2020-21 അധ്യയന വർഷത്തിലെ വാർഷിക റിപ്പോർട്ട്. സംരക്ഷണയുടെ ചിറക് വിരിച്ച ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവപിതാവിന്റെ വാത്സല്യ തണലിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ കരം പിടിച്ച് വിശുദ്ധ ചാവറ പിതാവിന്റെയും വിശുദ്ധ എവ്രാസ്യാമ്മയുടെയും ദേവദാസി സെലീനാമ്മയുടെയും മധ്യസ്ഥ ശക്തിയിൽ ആശ്രയമർപ്പിച്ച് ഞങ്ങൾ ആരംഭിക്കട്ടെ. സ്നേഹവും നന്മയുമാകുന്ന വർണ്ണങ്ങൾ ചാലിച്ചെഴുതി അനേകായിരങ്ങൾക്ക് അക്ഷരവെളിച്ചം പകർന്ന സെന്റ് ജോസഫ് GHS കറുകുറ്റി വിദ്യാലയം ശതാബ്ദി നിറവിൽ നേതൃത്വ നിരയിൽ അക്ഷരം അഗ്നിയാണ്. ഈ അഗ്നി അനേകം കുരുന്നുകളുടെ ഹൃദയങ്ങളിൽ തെളിയിച്ചു വച്ച് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് ഈ അക്ഷരമുറ്റത്തോട് വിട പറയുന്ന ഞങ്ങളുടെ പ്രിയ അധ്യാപിക ഫ്ലവർ പി ജോൺ. ഓഫീസ് പ്രവർത്തനങ്ങളിൽ എന്നും മികവിന്റെയും വിശ്വസ്തതയുടെയും പര്യായമായി നിൽക്കുന്ന ഞങ്ങളുടെ ആനിച്ചേച്ചി, നിങ്ങൾ നൽകിയ സ്നേഹത്തിനും സമർപ്പണത്തിനും ആത്മാർത്ഥതയ്ക്കും ഒരുപാട് നന്ദി. വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന സെന്റ് ജോസഫ് ഹൈസ്കൂളിന് ഇത്തവണയും 100% പൊൻതിളക്കം. 33 A+ ഗ്രേഡ് നേടി വിദ്യാർത്ഥികൾ സെന്റ് ജോസഫ് വിദ്യാക്ഷേത്രത്തിന്റെ SS ഉയർത്തിപ്പിടിച്ചു. കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭൗതിക ജ്ഞാനത്തോടൊപ്പം ആത്മീയ ജ്ഞാനത്തിന്റെ വർണ്ണങ്ങൾ ചാലിച്ചു ചേർക്കുന്ന മോറൽ സയൻസിന് 20 കുട്ടികൾ A+ വിജയം കരസ്ഥമാക്കുകയും അവരിൽ നിന്നും KCBC അവാർഡിന് അർഹരാകുകയും ചെയ്ത നന്ദന വിനോദിനും ഡെല്ല ജോസിനും മറ്റെല്ലാ ജേതാക്കൾക്കും അഭിനന്ദനങ്ങൾ. മേരിമാത കോർപ്പറേഷൻ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള 21 വിദ്യാലയങ്ങളുടെ വിദ്യാർത്ഥികൾക്കായി നടത്തപ്പെട്ട മെഗാ ക്വിസ് പ്രോഗ്രാമിൽ ഫൈനൽ റൗണ്ടിലേക്ക് യോഗ്യത നേടിയ കുമാരി അനിറ്റ ബൈജുവിനും അതുല്യ ഷാജുവിനും അഭിനന്ദനങ്ങൾ. അക്ഷരജ്ഞാനത്തിന്റെ പ്രഭ വിതറി ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ സെന്റിനറി ഉദ്ഘാടനം. ജൂബിലി ഉപഹാരമായി തിരഞ്ഞെടുക്കപ്പെട്ട 100 കുട്ടികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. അടച്ചിടലിന്റെ കൊറോണ കാലത്തിലും സാധ്യതയുടെ വാതിലുകളായി കണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ ഗൈഡ്സ് ആൻഡ് റെഡ് ക്രോസ് സംഘടനകളുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഹരിത കേരളം മിഷൻ ശുചിത്വ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന ഗ്രീൻ പ്രോട്ടോകോൾ. കറുകുറ്റി പഞ്ചായത്തിൽ A+ ഗ്രേഡ് കരസ്ഥമാക്കിയ നമ്മുടെ വിദ്യാലയം IT മേഖലയിൽ ഒരിക്കൽ കൂടി മികവ് തെളിയിച്ചുകൊണ്ട്
ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഡിജിറ്റൽ മാഗസിന്റെ പ്രകാശനം മേരി മാത എഡ്യൂക്കേഷണൽ കൗൺസിലർ ഡോക്ടർ സിസ്റ്റർ ജയ റോസ് നിർവഹിച്ചപ്പോൾ
ഈ വാർഷികാഘോഷങ്ങൾക്ക് തിരിതെളിക്കുന്ന ഏറ്റവും ആദരണീയയായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക ശശികുമാർ, മേരിമാത എഡ്യൂക്കേഷൻ ഏജൻസി എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ജയ റോസ്, ലോക്കൽ മാനേജർ സിസ്റ്റർ ലിസ്മരിയ, PTA പ്രസിഡന്റ് ശ്രീ ND ജോയ്, ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റൂബി, സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഫ്ലവർ ടീച്ചർ പോളിസർ ശ്രീമതി ആനി ജോസഫ്, സർവീസിൽ നിന്ന് വിരമിക്കുന്നവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, സ്റ്റാഫ്, കുഞ്ഞുമക്കളെ, ശതാബ്ദി നിറവിലുള്ള ഈ വാർഷിക ആഘോഷത്തിൻ്റെയും ഈ യാത്രയയപ്പ് സമ്മേളനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ എല്ലാവർക്കും നേരുന്നു. ആണ്ടുതോറും നടത്തി വരാറുള്ള വാർഷിക ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആഘോഷം ഇന്നിവിടെ നടക്കുകയാണ്. ഇത് ശതാബ്ദി നിറവിലുള്ളതാണ് എന്നത് ഒരു വ്യത്യസ്തമായ കാര്യമാണ്. കെട്ടിലും മട്ടിലും ഇത് വ്യത്യസ്തം തന്നെയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ നടത്തപ്പെടുന്ന ഈ വാർഷിക ആഘോഷത്തിന് നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സദസ്സില്ല, കൊട്ടും കുരവയും കുറവാണ്, നിറച്ചാർത്തുകൾ കുറവാണ്, എങ്കിലും ഉള്ളത് വളരെ മനോഹരമായിരിക്കുന്നു. അതിജീവനത്തിൻ്റെ പാഠങ്ങൾ നമ്മെ കോവിഡ് പഠിപ്പിക്കുകയാണ്. ഏതൊരു സാഹചര്യത്തിലും ഏതൊരു പ്രതിസന്ധിയിലും ദൈവത്തിൽ വിശ്വസിക്കണമെന്നും ദൈവത്തിൽ ആശ്രയിക്കണമെന്നും ദൈവത്തെ സ്നേഹിക്കണമെന്നും തലമുറകളെ പഠിപ്പിക്കാൻ, സഹചർക്ക് വേണ്ടി കഴിവും ജീവനും സമർപ്പിക്കണമെന്ന് പഠിപ്പിക്കുവാൻ, തലമുറകളെ ഒരുക്കുവാൻ ആഗ്രഹിച്ച വിശുദ്ധ ചാവറ പിതാവിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ വിദ്യാലയ സമുച്ചയവും. ജ്ഞാനപുരടത്തം നീക്കി ദൈവത്തെയും മനുഷ്യരെയും അറിയാൻ വിദ്യാഭ്യാസ പ്രേക്ഷിതത്വം CMCക്ക് പകർന്നു തന്ന് തലമുറകളെ വാർത്തെടുക്കാൻ ഏൽപ്പിച്ചപ്പോൾ ഈ വിദ്യാലയം അത് വളരെ മനോഹരമായി നിർവഹിക്കുന്നു എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. ഇവിടുത്തെ റിപ്പോർട്ട് നാം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഈ കോവിഡ് കാലമാണെങ്കിലും പ്രവർത്തനങ്ങൾ ഏറെ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ കുറച്ചുകൂടി അത് വിശാലമായി എന്ന് തോന്നുന്നു. കുട്ടികളിൽ ഒതുങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങൾ കുറച്ചുകൂടി കുടുംബങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു. കുട്ടികൾക്ക് മാത്രമല്ല, പാരൻസിനും സഹോദരങ്ങൾക്കും കൂടി ഈ എഡ്യൂക്കേഷൻ സമ്പ്രദായം കുറച്ചുകൂടി മെച്ചപ്പെട്ടതായും അല്ലെങ്കിൽ ഉപകാരപ്പെട്ടതായും ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. അധ്യക്ഷയും ഈ സ്ഥാപനങ്ങളുടെ പ്രൊഫഷണൽ മദറുമായ സിസ്റ്റർ പ്രസന്ന, ഈ യോഗത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന സിസ്റ്റർ ജയ റോസ്, സിസ്റ്റർ സൗമ്യ, ഇന്നത്തെ ഈ യോഗത്തിൻ്റെ താരങ്ങളായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഫ്ലവർ ടീച്ചർ ആനി ചേച്ചി, പോളി മാഷ്, PTA പ്രസിഡന്റ് ജോയ്, മറ്റു വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, ഇന്ന് റിട്ടയർമെൻറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെയും ആൻചേച്ചിയുടെയും കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഏറെ സന്തോഷത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നതെങ്കിലും ആ സന്തോഷത്തിൻ്റെ കൂടെയും ഒരു ചെറിയ ദുഃഖവും എൻ്റെ മനസ്സിലുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ വാർഷികാഘോഷങ്ങൾക്കും ഈ സ്കൂളിലേക്ക് PTA പ്രതിനിധിയായി കടന്നു വരുമ്പോൾ രാവിലെ മുതൽ ഈ സ്കൂൾ മൊത്തം ഓടി നടക്കുന്ന നമ്മുടെ മക്കളും ടീച്ചേഴ്സും പാരൻസുമായി
നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. പക്ഷേ നമ്മളെ എല്ലാവരെയും ഏറെ കഷ്ടത്തിലാക്കിയിരിക്കുന്ന COVID-19 എന്ന മഹാമാരി നമ്മളുടെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളെയും പരിപാടികളെയും ഇന്ന് നാമമാത്രമാക്കി മാറ്റിയിരിക്കുകയാണ്. അധ്യക്ഷ ബഹുമാനപ്പെട്ട പ്രൊൻഷ്യാളമ്മേ, കറൂറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഇന്നത്തെ താരങ്ങളായ ഫ്ലവർ ടീച്ചർ, ആനി, പോളിസ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, നാം ഓരോരുത്തരും നിന്നതല്ല, കർത്താവ് നമ്മെ നിർത്തിയതാണ്. അതെ, ഈ ഒരു വർഷം തമ്പുരാൻ നമ്മെ നിർത്തിയിരിക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, ആഘോഷങ്ങളിൽ നിന്ന് ആഘോഷങ്ങളിലേക്ക്, തിരക്കിൽ നിന്ന് തിരക്കുകളിലേക്ക് കുതിച്ചു പായുന്ന നാം ഓരോരുത്തരോടും തമ്പുരാൻ പറയുന്നു, നിൽക്കൂ, എല്ലാത്തിൻ്റെയും അന്തസത്ത മനസ്സിലാക്കി ജീവിക്കൂ. ആഘോഷങ്ങളെക്കാൾ ആഘോഷങ്ങളുടെ അന്തസത്ത മനസ്സിലാക്കാനായിട്ട് കോവിഡ് നമ്മെ ഒരു വർഷം നിർത്തിയിരിക്കുകയാണ്. ഈ വർഷം ശതാബ്ദി ആഘോഷിക്കുന്ന സെന്റ് ജോസഫ് കറൂറ്റി വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആനിവേഴ്സറി ശുഷ്കമായി ആഘോഷിക്കുക ഒരു വേദനാജനകമാണ്. എങ്കിലും കടന്നു വന്നപ്പോൾ തന്നെ നല്ല കളർ കോമ്പിനേഷൻ, റിട്ടയർ ചെയ്യുന്നവരെല്ലാവരും റോസ് കളറും അവരുടെ ബന്ധുക്കൾ റോസ് കളറുമായിട്ട് ബന്ധപ്പെട്ടതും മറ്റുള്ളവരും നീല സാരി, നീല, അങ്ങനെ വളരെ ഭംഗിയായി ആസൂത്രണം ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഒത്തിരി അഭിമാനമുണ്ട്. ഇന്ന് നടക്കുന്ന ആനിവേഴ്സറി ഇത്ര ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ നമുക്കറിയാം ഇതിന്റെ പിന്നില് ശരിക്കും ഒരു സഹകരണം കാണാം. HM സിസ്റ്റർ റൂബിയുടെ നേതൃത്വത്തിൽ ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഞാൻ എല്ലാ ആശംസകളും അതോടൊപ്പം ആനിവേഴ്സറിയുടെ മംഗളങ്ങളും പറയുന്നു. क्यों न जाए तू हो धीरे रसिया, तुझे कोई सारी दुनिया कहाँ है बदली की दुल्हनिया। कुर्ती पे तेरी मलूबुला, रंग बता बुलू यला, पैर में तेरे कुर्ते बाल, आजा रंग दो दोनों का, अरे सारा रारा कबीरा सारा रारा। बेबी के देखे झुमके, लगा दे चार ठुमके, छोरे नाचे जमके।
ടീച്ചേഴ്സ്, ഇന്നത്തെ നമ്മുടെ താരങ്ങളായ ഫ്ലവർ ടീച്ചർ, ഓഫീസ് സ്റ്റാഫ് ആനി, മറ്റു ഫ്ലവർ ടീച്ചറിൻ്റെയും ആനിയുടെയും കുടുംബാംഗങ്ങളെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, PTA പ്രസിഡന്റ് ജോയ് നമ്പേട്ടുകൂടി, സ്നേഹമുള്ളവരെ, ആദ്യമേ തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം എനിക്ക് എൻ്റെ ഔദ്യോഗിക മെമ്പർ ആകുന്നതിന് മുമ്പ് കിട്ടിയ ജോലിയുടെ ഒരു ഭാഗമായിട്ട് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി അവിടെ ഞാൻ നിന്നെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ ഈ കണ്ണൂറ്റി സ്കൂളിലായിരുന്നു. വിശിഷ്ട അതിഥികളെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, വാത്സല്യമുള്ള കുട്ടികളെ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഒരു വാക്യമുണ്ട്: നിങ്ങളെ തലമുറകൾ ഓർക്കണമെങ്കിൽ ഒന്നുകിൽ വായിക്കാൻ അറിയാവുന്ന എന്തെങ്കിലും രചിക്കണം, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അറിയുന്ന, അല്ലെങ്കിൽ കൊള്ളാവുന്ന എന്തെങ്കിലും പ്രവർത്തിക്കണം. അങ്ങനെ ഫ്ലവർ ടീച്ചറും ആനി ചേച്ചിയും പോളിസാറും കൊള്ളാവുന്ന എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഫ്ലവർ ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗണിത അധ്യാപിക മാത്രമല്ല, ഒരു മത അധ്യാപിക കൂടിയാണ് ഫ്ലവർ ടീച്ചർ. ഫ്ലവർ ടീച്ചറിൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെയെല്ലാം ഒരു ഉണർവും ഉന്മേഷവുമുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, അവരുടെ കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിലും ടീച്ചർ ഏറെ ശ്രദ്ധയുള്ളവളായിരുന്നു. വാർഷികാഘോഷവും യാത്രയയപ്പും നടത്തപ്പെടുന്ന ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട മദർ പ്രസന്ന, എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ജയ റോസ്, ഇന്ന് ഈ വർഷം ഔദ്യോഗികമായി വിരമിക്കുന്ന ഫ്ലവർ ടീച്ചർ ആനി ചേച്ചി, പോളിസർ, ലോക്കൽ മാനേജർ മദർ ലിസ്മരിയ, PTA പ്രസിഡന്റ് ജോയ് ചേട്ടൻ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അധ്യാപകരെ, ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വിദ്യാലയ മുറ്റത്ത് ഒരുപാട് ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും കാരണമായിട്ടുള്ള, ആഘോഷങ്ങളും ആരവങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു ഫ്ലവർ ടീച്ചറിൻ്റെയൊക്കെ ഈ യാത്രയയപ്പ് ഇത്തരത്തിൽ വളരെ നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിൽ ആയിത്തീരുക എന്നത് സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തോ മനസ്സിനൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. കാരണം ഇവിടെ ഒരു അരങ്ങ് തീർക്കാൻ, ആരവങ്ങളൊക്കെ ഉണ്ടാക്കാൻ എന്നും ഇവർ മുൻപന്തിയിലായിരുന്നു.
ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം തദാഹം ചരണം പ്രപദ്യേ ചരണം പ്രപദ്യേ ചരണം
നേർന്ന റവറൻ ഡോക്ടർ പ്രസന്ന CMC, അതുപോലെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ, റവറൻ ഡോക്ടർ ജയ റോസ്, സൗമ്യ സിസ്റ്റ്, റൂബി സിസ്റ്റ്, അതേപോലെ റിട്ടയർമെന്റ് ആയിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ ഫ്ലവർ ടീച്ചർ ആൻ ചേച്ചി, പോളിസാറ്, മറ്റ് അധ്യാപകരെ, അതേപോലെ റിട്ടയർമെന്റ് നൽകുന്ന അവരുടെ കുടുംബാംഗങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഇന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ ആഘോഷം എന്ന് പറഞ്ഞാൽ 2 ദിവസം മുന്നേ ആരംഭിക്കും. അതിൻ്റെ കെട്ടും ഭാവവും രൂപവും നൽകുന്നതിന് വേണ്ടി ഒത്തിരി ആളുകളുടെ കഠിന പ്രയത്നത്തിലൂടെയായിരിക്കും വാർഷികാഘോഷം നടക്കുക. ഇത് വളരെ ലളിതമാണെങ്കിലും എന്ന കെട്ടുറപ്പിലും മട്ടിലും ചാതുര്യത്തിലും ഒരു കുറവുമില്ലാതെ തന്നെ ഒന്നിനോടൊന്ന് മെച്ചമായ രൂപത്തിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്ന എല്ലാ അധ്യാപകർക്കും ആദ്യമേ തന്നെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മുടെ സ്കൂളിൻ്റെ 100ാം വർഷത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് PTA നമ്മുടെ സ്കൂളിൽ ഒരു ഓഡിറ്റോറിയം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് നല്ലൊരു പിന്തുണ നൽകി അത് എത്രയും വേഗത്തിൽ തീരുമാനമെടുത്ത് നടപ്പിലാക്കാമെന്ന് പറയുകയും അതുപോലെ തന്നെ അവർ ഒത്തുചേർന്ന് ചർച്ചയിലൂടെ അതിന് നേതൃത്വം നൽകാൻ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് അതിനുള്ള ആരംഭം കുറിച്ചുകൊണ്ട് അതിനുള്ള സ്ഥലത്തിൻ്റെ പേപ്പറുകളും കാര്യങ്ങളുമായിട്ട് ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എത്രയും വേഗത്തിൽ അത് നടപ്പിലാക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മുടെ മാനേജ്മെൻറ്റ് ഭാഷയും ചരിത്രവും പഠിക്കുമ്പോൾ കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും എന്തിന് യേശുക്രിസ്തുവും പറഞ്ഞു പഠിപ്പിക്കുന്ന മനോഹരമായ സന്ദേശമുണ്ട്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. മറ്റുള്ളവരുടെ ഉയിരിനു വേണ്ടി ആരൊക്കെ സ്വന്തം ജീവിതം മാറ്റിവെക്കുന്നു അവരാണ് വിവേകികളായ മനുഷ്യർ. ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും ദൈവം കൊടുക്കുന്ന ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യ വഴികളിൽ താൻ ഒരിക്കലും ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് എന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് ആ വ്യക്തിയുടെ മഹത്വം വലുതാവുക. ഇന്ന് ഈ സെയിൻറ് ജോസഫ് വിദ്യാലയത്തിന് ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത 3 അനർഘ രത്നങ്ങളാണ് ഞങ്ങളുടെ പ്രിയങ്കരിയായ ഫ്ലവർ ടീച്ചർ, പോളി സർ, ആനി ചേച്ചി. ദുരന്തക്കയത്തിന്റെ ആഴങ്ങളിൽ കണ്ടുപോയ
മുന്നിലായി. നാളേറെ ചെന്നിട്ടും നേർച്ചകൾ നേർന്നിട്ടും ഉമ്മിക്കാലൊന്നും കണ്ടതില്ല. അമ്മ മനസ്സിന്റെ മോഹങ്ങളെല്ലാം പാഴ്ക്കിനാവായി തീർന്നിടുമോ? മോഹങ്ങളെല്ലാം മരിച്ചൊര കാലം കണ്ണീരിലൊഴിഞ്ഞോ ഈശ്വരന്മാർ ചുരത്തിയ മാറിലെ പാർന്നുകിടാൻ കുഞ്ഞിക്കിടാവു പിറന്നു. വിലക്കാതെ പെയ്യുന്നു കർക്കിടപ്പേമാരി ആറിലെ വെള്ളം ഉയർന്നിടുന്നു. സ്വപ്നങ്ങളെല്ലാം തകർത്തെറിഞ്ഞു കരയുന്നവനെ ഒഴുകുന്നാരെ സംഹാര താണ്ഡവമാടി. വഴിയേറി പുഴയേറി അറിയാതെയായി വീടുകളെല്ലാം വെള്ളത്തിലായി. ഒരു വർഷക്കാലം വളരെ വേഗത്തിൽ കടന്നുപോയി. ഒരു അധ്യയന വർഷത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടം. അതാണ് ഒരു സ്കൂളിന്റെ വാർഷികാഘോഷം. ഡിപ്പാർച്ചർ ഈസ് പെയിൻഫുൾ. വേർപാട് വേദനാജനകമാണ്. അതെങ്ങനെയായാലും 25-36 വർഷത്തെ സുസ്ഥിരമായ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയ നിറഞ്ഞ ഫ്ലവർ ടീച്ചറിന്റെയും ആനി ചേച്ചിയുടെയും ഈ പടിയിറക്കം മുൻപറഞ്ഞ ചൊല്ലിയതുപോലെ ഒരു വേദനയാണ്. ആനി ചേച്ചിയുടെയും ഫ്ലവർ ടീച്ചറിന്റെയും ഒപ്പം തന്റെ ഔദ്യോഗിക ജീവിതത്തോട് വിട പറയുന്ന പോലീസാർ ഞങ്ങളുടെ പ്രിയ നിറഞ്ഞ ഡ്രോയിങ് സാറിന്റെയും ഈ പടിയിറക്കം ഞങ്ങളെ സംബന്ധിച്ച് ഒരു വേദനയാണ്. ഞങ്ങളുടെ കൂടെയായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച ഇവർ ഈ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ നഷ്ടമാണ്. ഞങ്ങളെ പഠിച്ചും ഞങ്ങളെ പഠിപ്പിച്ചും പാഠപുസ്തകങ്ങൾക്കപ്പുറമുള്ള പാഠങ്ങൾ പകർന്നു നൽകിയ ഞങ്ങളുടെ പ്രിയ നിറഞ്ഞ ഫ്ലവർ ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ടീച്ചർ നല്ല ബോൾഡാണ്. ഏത് തെറ്റ് കണ്ടാലും അത് തെറ്റാണെന്ന് പറയുവാൻ ധൈര്യമുള്ള ടീച്ചർ. മാത്സിലെ പുലി, ഞങ്ങളുടെ പ്രിയ നിറഞ്ഞ ഗണിത അധ്യാപിക എന്നിങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങൾ ടീച്ചർക്കുണ്ട്. സ്നേഹത്താൽ നിറഞ്ഞ ഒരു ഹൃദയവും മറ്റുള്ളവരെ കേൾക്കാൻ ചെവിയും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറുള്ള ഒരു കയ്യുമാണ് ഒരു വ്യക്തിയുടെ പ്രധാന യാത്രയയപ്പ് സമ്മേളനത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതരായിരുന്ന വിശിഷ്ട വ്യക്തികളെ, ആനിയുടെയും എൻ്റെയും കുടുംബാംഗങ്ങളെ, പ്രിയ സഹപ്രവർത്തകരെ, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രധാന അധ്യാപികമാരെ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ഈ നിമിഷം ഇവിടെ ആയിരിക്കുവാൻ എന്നെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദി. മേരി മാതാ പ്രോവിൻസിൻ്റെ വിവിധ വിദ്യാലയങ്ങളിൽ സേവനം ചെയ്യുവാൻ അവസരമൊരുക്കി തന്ന CMC സന്യാസിനി സമൂഹത്തോടും അധികാരികളോടും എനിക്കുള്ള കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. നന്ദിയ ചെറുപ്പത്തിലെ കർമ്മലീത്ത സഭയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇടയാക്കിയ
പോളികാർപ്പ് അമ്മായിയെ ഈ സമയം ഞാൻ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ കർമ്മലീത്ത സഭ എന്ന് പറഞ്ഞത് എൻ്റെ അമ്മാമ്മ ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളത് അങ്ങനെയാണ്. സത്യം പറഞ്ഞ ഈ CMC CMI എന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഞാനൊരു ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ടെസ്റ്റിനായിട്ട് വേങ്ങൂര് പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് എത്തി ടെസ്റ്റ് എഴുതാൻ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ CMC CMI ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറയാം, അന്ന് എനിക്കിത് എന്തെന്ന് മനസ്സിലായില്ല. അപ്പോൾ സിസ്റ്റർ മേരി ഡേവിസ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ക്ലാസ് എടുത്തു. ദൈവം സഹായിച്ച് ഇൻ്റർവ്യൂവിലും ക്ലാസ്സിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചു. ഞാൻ അതൊക്കെ ഓർക്കുകയാണ്. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ആരവങ്ങളില്ലാതെ, നിറഞ്ഞ സദസ്സുമില്ലാതെ ഈ യാത്രയപ്പ് ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ആശ്വസിക്കാം. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. എളിമയുടെ, ദാരിദ്ര്യത്തിൻ്റെ മാതൃകയുമായി കാലിത്തൊഴുത്തിൽ പുൽത്തൊട്ടിയിൽ പിറന്ന ഈശോയുടെ പാത അനുകരിക്കാൻ, അന്വർത്ഥമാക്കാൻ ലഭിക്കുന്ന ഒരവസരമായി ഈ വിടവാങ്ങൽ മാറട്ടെ. ഒരു ടീച്ചർ പുസ്തകത്താളുകളിലൂടെ കുട്ടികളുടെ ഹൃദയങ്ങളിലേക്ക് കയറി ജാലവിദ്യ കാണിക്കുന്ന മാന്ത്രികനാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. നമുക്ക് അനുകരിക്കാവുന്ന, മോഡലാക്കാവുന്ന ഒരു ഗുഡ് ടീച്ചർ, അതെ, ഗ്രേറ്റ് ടീച്ചർ ഈശോ തന്നെയാണ്. നമുക്കറിയാം, ബൈബിളിലുടനീളം ഈശോ നടത്തുന്ന പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ ഒന്നും അറിയാത്ത ജനത്തിന് അത് മനസ്സിലാകണമെങ്കിൽ അത്രയും ലളിതമായി ഉപമകളിലൂടെ, സംഭവങ്ങളിലൂടെ ഈശോ അത് വിവരിക്കുന്നുണ്ട്. സ്നേഹമായി, സാന്ത്വനമായി, അംഗീകാരമായി കുട്ടികളിലേക്ക് ഇറങ്ങുമ്പോൾ ഈശോയെയാണ് നാം അവരുടെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത്. കാരണം ദൈവം സ്നേഹമാണ്, ദൈവം ജ്ഞാനമാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ ഭൂമിയിൽ പൂർത്തീകരിക്കാൻ, പൂവണിയാൻ വളർത്തുപിതാവിൻ്റെ റോളിൽ തിളങ്ങിയ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നിശബ്ദ സേവനം 2021 ഔസേപ്പിതാവിൻ്റെ വർഷമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചപ്പോൾ നാമും ഒത്തിരി ധന്യരായി. കാരണം ഔസേപ്പിതാവിൻ്റെ സംരക്ഷണയിലായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമാണിത്. ദേവദാസി സെലീനാമ്മയുടെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ നിന്ന്, ഈ വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കാൻ അവസരം തന്ന നല്ല ദൈവത്തിന് നന്ദി. സെലീനാമ്മ എത്രയും വേഗം വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറി വിശുദ്ധ എന്ന് നാമകരണം ചെയ്യപ്പെടട്ടെ എന്ന് നമുക്ക് ഒന്നു ചേർന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മേരിമാത പ്രോവിൻസിൻ്റെ സുഗമമായ, സുതാര്യമായ, 100% ആത്മീയതയിൽ ഊന്നിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശക്തമായ, നല്ല സിസ്റ്റമാറ്റിക്കായ സംവിധാനങ്ങൾക്ക് കാലാകാലങ്ങളിൽ ചുക്കാൻ പിടിക്കുന്ന മദർ പ്രൊവിൻഷ്യൽസ്, കൗൺസിലേഴ്സ്, മദർ സുപ്പീരിയേഴ്സ്, അങ്ങനെ ഓരോരുത്തരെയും ഞാൻ
ഞാൻ ഈ സമയം ഓർക്കുന്നു. ഈ ഓർമ്മകളുടെ ചെപ്പ് തുറക്കുന്ന ഒരു സുന്ദര ദിനമാകട്ടെ. എനിക്കറിയില്ല ഇവിടെ ഇരിക്കുന്നവർക്ക് ഞാൻ പറയുന്ന പേരുകൾ അല്ലെങ്കിൽ മദർ പ്രൊവിൻഷ്യൽസ് എല്ലാവരെയും അറിയുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എൻ്റെ ഓർമ്മകൾ കഴിഞ്ഞ ദിവസം ലിസ ടീച്ചറിൻ്റെയും സിസ്റ്റർ ലിറ്റിൻ്റെയും യാത്രയയപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ലിസ ടീച്ചർ പറഞ്ഞു, എൻ്റെ മനസ്സിനൊരു ഭാരമെന്ന് പറഞ്ഞു. എനിക്ക് ഭാരമല്ല തോന്നിയത്, 1-2 ആഴ്ചയായിട്ട് ഓർമ്മകളാണ്. മദർ പ്രൊവിൻഷ്യൽസ് ആയിരുന്ന സിസ്റ്റർ ജോയ്സ്, സിസ്റ്റർ ബൊറോമിയോ, സിസ്റ്റർ ചെറുകുസുമം, അതുപോലെ സിസ്റ്റർ മേരി ഡേവിസ്, സിസ്റ്റർ ആനി ഡേവിസ്, ഇന്ന് നമ്മുടെ വേദിയിലുണ്ടായിരുന്ന ഡോക്ടർ സിസ്റ്റർ പ്രസന്ന, എല്ലാവരെയും ഓർത്ത് നമുക്ക് തമ്പുരാന് നന്ദി പറയാം. അതോടൊപ്പം എഡ്യൂക്കേഷൻ കൗൺസിലേഴ്സ് ആയിരുന്ന സിസ്റ്റർ മേരി ഡേവിസ്, സിസ്റ്റർ ക്ലെയറാൻഡോ, സിസ്റ്റർ മെറീന, സിസ്റ്റർ സൗമ്യ, ഡോക്ടർ സിസ്റ്റർ ജയ റോസ്, ഇവരുടെ നിസ്തുലമായ നിർലോഭമായ പ്രവർത്തനങ്ങളാണ് ഇന്ന് ഓരോ വിദ്യാലയവും ഉയരങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്. ഇവർ നൽകിയ പ്രോത്സാഹനത്തിനും സ്നേഹത്തിനും പരിഗണനയ്ക്കും പ്രത്യേകം നന്ദി. ഈ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപികമാരായിരുന്ന സിസ്റ്റർ ജോയ്സ്, സിസ്റ്റർ കാസ്പർ, സിസ്റ്റർ ഓറിയ, സിസ്റ്റർ ഹിൽഡ, സിസ്റ്റർ വെർജീലിയ, സിസ്റ്റർ ക്ലെയറാൻഡോ, സിസ്റ്റർ ലീമ, സിസ്റ്റർ മെറീന, സിസ്റ്റർ ആൻസിനി, സിസ്റ്റർ അനിത, ഇന്ന് നമുക്ക് സ്വാഗതമേകി സംസാരിച്ച നമ്മുടെ ഇപ്പോഴത്തെ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റൂബി, എല്ലാവരെയും ഓർക്കുന്നു. നൽകിയ പ്രചോദനങ്ങൾക്കും തിരുത്തലുകൾക്കും ഓർമ്മപ്പെടുത്തലുകൾക്കും പ്രത്യേകം നന്ദി. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കരുതലായി, സാന്ത്വനമായി, സ്നേഹമായി മാറിയ ഇവരെ ഏറെ സ്നേഹത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു. ഉയർത്തിയ നല്ല ദൈവത്തിന്റെ കരുണയ്ക്ക് മുമ്പിൽ ഞാൻ ആദ്യമേ ശിരസ് നമിക്കുന്നു. നീണ്ട 36 വർഷങ്ങൾ CMC മേരിമാത മാനേജ്മെന്റിൽ ജോലി ചെയ്തപ്പോൾ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച് വളർത്തിയ, ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ തളർന്നു പോകാതെ ആശ്വാസം പകർന്ന പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ്, എഡ്യൂക്കേഷൻ കൗൺസിലേഴ്സ്, ലോക്കൽ മാനേജർമാർ, ഹെഡ് മിസ്സസ്മാർ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ റവറൻഡ് സിസ്റ്റർ പ്രസന്ന, എഡ്യൂക്കേഷൻ കൗൺസിലർ റവറൻഡ് സിസ്റ്റർ ജയ റോസ്, ലോക്കൽ മാനേജർ സിസ്റ്റർ ലിസ്മരിയ, ഞങ്ങളുടെ പ്രധാന അധ്യാപിക സിസ്റ്റർ റൂബി ഗ്രേസ്, എൻ്റെ ഓഫീസ് പ്രവർത്തനങ്ങളിൽ എന്നും ഏറെ സഹായങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ സഹപ്രവർത്തകരെയും, പ്രത്യേകിച്ച് ഇപ്പോൾ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ഈ സദസ്സിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയിലേക്ക് എന്നെ വളർത്തിയ മാതാപിതാക്കൾ, കൂടെ നിന്ന സഹോദരങ്ങൾ, എന്നും എനിക്ക് എല്ലാ പിന്തുണയും പ്രോത്സാഹനവും നൽകി ജീവിത പങ്കാളി ആലുവേട്ടൻ, മക്കൾ, ബന്ധുമിത്രാദികൾ, സഹപ്രവർത്തകർ, നിങ്ങളോടുള്ള എൻ്റെ നന്ദിയും കടപ്പാടും വളരെ വലുതാണ്. ഇന്ന് ഈ വിദ്യാലയ അന്തരീക്ഷത്തോട് വിട പറയുമ്പോൾ ഒരുപാട് പച്ചക്കടാത്ത ഓർമ്മകളുമായാണ് ഞാൻ പടിയിറങ്ങുന്നത്.
വിദ്യാലയവും ഇത്ര മനോഹരമാക്കാൻ സഹായിച്ച നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എല്ലാ വർഷത്തേക്കാളും വ്യത്യസ്തമായി ഏറ്റവും അടുപ്പമുള്ളവർ മാത്രം സന്നിഹിതരായ ഒരു പരിപാടിയാണിത്. എങ്കിലും ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ഈ വിദ്യാലയം മുഴുവൻ ഇന്ന് ഇവിടെയുണ്ട്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണുകളിൽ, വാക്കുകളിൽ, മുഖഭാവങ്ങളിൽ ഈ വിദ്യാലയത്തോടും റിട്ടയർ ചെയ്യുന്നവരോടുമുള്ള ആത്മബന്ധം